ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തരിക്കഞ്ഞിയാണ്. നല്ല ടേസ്റ്റാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം അതുപോലെ തന്നെ 1.5 കപ്പ് പാലും കൂടി ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടാകാൻ നിൽക്കരുത്, ചിലപ്പോൾ കട്ട കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഈ റവ വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ തിളച്ചാൽ മതി. അപ്പം തന്നെ വെന്തോളും. റവ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. അപ്പം ഇനി ഇത് നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാം. ഇതിനു വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആ ഉണക്കമുന്തിരി ഒന്ന് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ആ സെയിം ഓയിൽ തന്നെ 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവണം. അത് റെഡി ആയതിനു ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് ഒന്നും കൂടി ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് അത് മിക്സ് ആക്കി എടുക്കേണ്ട സമയം മാത്രം മതി. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പൊ കാണുമ്പോൾ ഒരു ഇത്തിരി ലൂസ് പോലെ തോന്നും, പക്ഷെ അതൊന്ന് ചൂടാറിയാൽ നല്ല കറക്റ്റ് പാകമായി വരും. അഥവാ നല്ല കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചൂടാക്കി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. സാധാരണ എല്ലാവരും ഏലക്കായ് പൊടി ആയിട്ടാണ് ചെയ്യാറ്, പക്ഷെ വാനില എസൻസ് ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതൊരു വെറൈറ്റിക്ക് വേണ്ടി അതൊന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ല ടേസ്റ്റ് ആണ് ഇത്, കാരണം പണിയും ഇല്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതുപോലെ ഇൻഗ്രീഡിയൻസും അധികം ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ ചൂട് വേണ്ടവർക്ക് ചൂടോടെ സെർവ് ചെയ്യാം, തണുപ്പാ വേണ്ടുന്നവർക്ക് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയി വരാം. താങ്ക് യു.